തിരുവനന്തപുരം പോത്തൻകോട് തെരുവുനായയുടെ ആക്രമണം 20 പേർക്ക് കടിയേറ്റു. റിനു ശ്രീധർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഇത് എപ്പോഴാണ് തിരുവനായുടെ ആക്രമണം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു? ഉന്മേഷ്, സ്മിത, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി, അതായത് 7 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരം പോത്തൻകോട് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 20ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു എന്നുള്ള വിവരമാണ്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഏകദേശം 3 സ്ത്രീകൾ, അതുപോലെ തന്നെ 9 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയാണ് 20ഓളം പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. ഈ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് നേരത്തെ തന്നെ പഞ്ചായത്തിൽ അടക്കം പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി ഉയരുന്നത്. എന്തായാലും ഈ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ തെരുവുനായ എങ്ങോട്ട് പോയി അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. പോത്തൻകോട് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ മേലേമുക്ക്, അതുപോലെ തന്നെ പൂലന്തറ ഭാഗത്തേക്കും ഒക്കെയാണ് ഈ നായയുടെ ഒരു സഞ്ചാരപഥം എന്ന് പറയുന്നത്. ഈ നായ നിലവിൽ ഇതുവരെയും കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ തന്നെ നാട്ടുകാർ അടക്കമുള്ളവർ ഈ നായ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. സ്മിത, ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.